Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. അതെ, ഇത് ഗോൾ പോസ്റ്റാ. എനിക്ക് രണ്ട് ചെറിയ കൈകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബോൾ ഇങ്ങോട്ട് അടിക്ക്. സംശയമുണ്ടോ? ദാ ഹണി ഐസ്ക്രീം കൊണ്ട് വന്നിരിക്കുകയാണ്. ഹണി, എനിക്ക് ചോക്കോബാർ മതി. ഇതെന്റെ ചോക്കോ ക്യാൻഡിയാണ്. അതൊക്കെ ഞാൻ തരാം. സോർദാറെ, നീ ചോക്കോബാർ പിടിക്കേ. എടാ, ഞാൻ ഇവിടെയാണ്. നീ എനിക്ക് തരുന്നത് ചോക്കോബാർ കാൻഡിയാണ്. ആർക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാല് അവരോട് തന്നെ എടുത്തോ. എനിക്ക് എല്ലാവരും മങ്ങലായിട്ട് കാണാൻ പറ്റുന്നത്. ആദ്യം നിന്റെ തലയ്ക്ക് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിന്റെ കണ്ണും പണി മുടക്കിയോ? സംശയമുണ്ടോ? എന്റെ അമ്മച്ചി, എന്റെ കണ്ണ് പണി മുടക്കിയെന്നോ? ഇവൻ നിന്നെ ഒന്ന് വാരിയതാ വല്യളിയാ. എന്നെ വാരി എടുത്തിട്ട് ഞാൻ ഇവിടെ തന്നെയാണല്ലോ നിൽക്കുന്നത് കൊച്ചളിയാ. എടാ, നീ ഈ കൊച്ചടിയാന്ന് കുറെ നേരമായല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്. നീ ബണ്ണിയോടാണ് സംസാരിക്കുന്നെങ്കിൽ അവൻ ദാ ഇവിടെ നിപ്പുണ്ട്. സംശയമുണ്ടോ? എവിടെയാ? കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നത് ഇവരൊന്നും കാണാൻ പറ്റുന്നില്ലെന്നാണ്. കാണാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ എല്ലാം മങ്ങി മങ്ങിയാ കാണുന്നത്. കൂട്ടുകാരെ, എന്തോ പ്രശ്നമുണ്ട്. അതെ, ഇവന്റെ കണ്ണിന് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്റെ അമ്മച്ചി, പേടിക്കണ്ട വല്യളിയാ, ഞങ്ങള് നിന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഒരു പുതിയ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവനെ നമുക്ക് ആ ഡോക്ടറെ കാണിക്കാം. സംശയമുണ്ടോ? ഹണി, കൈ പിടിക്ക്. എന്റെ കാഴ്ച മങ്ങിയിട്ടേ ഉള്ളൂ. ഞാനേ ഒരു അന്തരൊന്നും അല്ല. കയ്യിന്ന് വിട്, എന്നിട്ട് വാ പോവാം. ഡോക്ടർ സാറേ, ഡോക്ടർ സാറേ, ഇവിടെ വരൂ. ഡോക്ടർ പോലു. ഇവിടെ വരൂ. പകലിനെ നമ്മൾ രാത്രിയായി കാണുന്നു, എല്ലാം നമ്മുടെ തോന്നലായി കാണുന്നു. ഇനി നിങ്ങളുടെ വായ എന്നാ പെട്ടി തുറന്നാട്ടെ. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എന്നോട് പറഞ്ഞാട്ടെ. എന്റെ വല്യളിന്റെ കണ്ണിന് എന്തോ പ്രോബ്ലം ഉണ്ട്. പിന്നെ നീ എന്തിനാണ് വന്നത്? വലിയ അളിനെ വേഗം കൊണ്ടുവരൂ. ചെല്ലു, എന്നിട്ട് വേഗം ഇങ്ങോട്ട് കൊണ്ടുവരൂ. അവന്റെ അല്ല, എന്റെ വല്യളിന്റെ കാര്യമാ പറഞ്ഞേ. ഞാൻ നിന്നോട് തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർ പോലു, നിങ്ങൾ എന്നോടാണ് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങൾ മറുപടി പറയേണ്ടത് ബണ്ണിയോടാണ്. അപ്പോ കടലിലെ വെള്ളം കൂടുതലാണ്, ഉപ്പ് കിട്ടുന്നതും അതിൽ നിന്നാണ്. അപ്പോ എന്നോട് സംസാരിക്കുന്നത് നീയാണ്. നീ പോയി നിന്റെ വലിയ അളിനെ കൊണ്ടുവാ. അയ്യോ, ഇതാണ് എന്റെ വല്യളിയൻ ഹണി. അത് ശരി, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഐ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വരൂ, ഇത് വായിക്ക്. ഞാനെന്തിനാ ഇത് വായിക്കുന്നത്? ഡോക്ടറെ, ഹണിയുടെ കണ്ണാ കേടായത്. എന്നാ നീ താഴെ ഇറങ്ങ്. ആരാണോ ഹണി അവനോട് മുകളിൽ കയറി ഇരിക്കാൻ പറയൂ. ഇപ്പൊ എനിക്കും എല്ലാം മങ്ങി മങ്ങിയാ കാണുന്നത്. സംശയമുണ്ടോ? അത് ശരി, അപ്പോ നീയാണല്ലേ ഹണി? ഓ അല്ല, ഇതാണ് ഹണി. ഹണി, നീ വേഗം ഈ കസേര കയറിയിരിക്കേ. എടാ കഴുതേ, നീ ഇതാണ്ട് ഇവിടെ കയറിയിരിക്കേ. ഇനി വായിക്കൂ. എനിക്കിത് വായിക്കാൻ കഴിയില്ല. വായിക്കാൻ അറിയില്ലേ? അപ്പോ നിനക്ക് ഡോക്ടറെ അല്ല അധ്യാപകനെയാണ് ആവശ്യമായുള്ളത്. എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ ഒരു തവണ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അയ്യോ, ഈ ലെറ്റേഴ്സ് എന്താ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? അയ്യോ, ഒന്നും കാണാൻ കഴിയുന്നില്ല എനിക്ക്. ഓഹോ, കണ്ണട വയ്ക്കേണ്ടി വരും. അതിന് ഡോക്ടർ നേരത്തെ ഒരു കണ്ണട വെച്ചിട്ടുണ്ടല്ലോ. സംശയമുണ്ടോ? എടാ പറക്കുന്ന പച്ച നിറത്തിലുള്ള കഴുതേ, ഞാൻ ഇവന്റെ കാര്യമാണ് പറഞ്ഞത്. പീലി വിടർത്തുന്നത് മയിലാണ്, പാട്ടുപാടുന്നത് കുയിലാണ്, സിനിമയും ബോറാണ്. ഇവന്റെ കണ്ണിനെ ബാധിച്ചിരിക്കുന്നത് വെള്ളെഴുത്താണ്. ഡോക്ടറിന് വട്ടാണോ? ഞാൻ നിങ്ങൾക്ക് നമ്പർ എഴുതി തരാം. കണ്ണട വാങ്ങണം, എന്നിട്ട് ഇവനെ വച്ചു കൊടുക്കണം. നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? കൊച്ചളിയാ, ഇനി എന്നെ ആരും ഒരിക്കലും കഴുതെന്ന് വിളിക്കില്ല. കണ്ണട വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഇന്റലിജന്റ് ആണെന്ന് വിചാരിക്കുള്ളൂ. ഇവൻ ലോകത്തിലെ ആദ്യത്തെ കണ്ണട വെച്ച കഴുതയായിരിക്കും. നീയൊക്കെ എന്നെ കളിയാക്കൂലേ? ഇവിടെ വരൂ, വേഗം ഇവനൊരു കണ്ണട വെച്ച് കൊടുക്കൂ. പിന്നെ ഒരു കാര്യം, ഇതാണ് ഇവന്റെ കണ്ണടയുടെ നമ്പർ. പെട്ടെന്ന് പോകൂ, കണ്ണട വാങ്ങി വെക്കൂ. ഓക്കേ.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഈ കണ്ണട വെച്ചതിന് ശേഷം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ നീയും കണ്ണട വെച്ചോ. എടാ കഴുതേ, ഈ തണ്ണിമത്തം കാരണം എനിക്കൊന്നും കാണാൻ കഴിയാത്തത്. നീ ഇതൊന്ന് വലിച്ചു ഊരി എടുക്ക്. എടാ കഴുതേ, തണ്ണിമത്തം എടുക്കാനാ പറഞ്ഞേ, എന്റെ ജീവൻ എടുക്കാനല്ല. നീ ഒന്നും ചെയ്യണ്ട, ഞാനായിട്ട് ഇത് എടുത്തോളാം. നീ പുറത്തു പോയി ആ സ്കൂട്ടർ ഒന്ന് വൃത്തിയാക്ക്. വാവ്, എന്ത് വലിയ ആപ്പിളാ ഇതൊക്കെ. ഇന്ന് നീ എന്റെ കൂടെ മാർക്കറ്റിൽ വരാമോ ഹണി? എനിക്ക് ആ ബ്രഷും പെയിന്റും എടുത്തു തരാമോ അടികൈ? എന്റെ പച്ചി, ഈ മതിലാര് ഇത്ര ദൂരെ കൊണ്ടുവച്ചത്? കുട്ടികൾ എന്തിനാ വാട്സാപ്പിൽ ചാറ്റുന്നേ? അല്ല, മതിലിനെ ആർക്കാ ദൂരെ കൊണ്ട് വെക്കാൻ പറ്റുന്നേ? ദാ പിടിച്ചോ കന്നാ സാറേ. നിനക്കെന്താടാ കണ്ണു കണ്ടൂടെ? എന്റെ പുതിയ ക്ലയന്റിന്റെ പേരാണ് വക്കി. ഹണി, നീ എന്റെ ജോലി വല്ലാതെ ഇരട്ടിയാക്കി. ഹണി, നീ എന്താണ് ചെയ്തത്? എനിക്ക് ഈ കണ്ണട കാരണം ഒന്നും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. എടാ കഴുതേ, നമ്മൾ കണ്ണട വെക്കുന്നത് എല്ലാം വ്യക്തമായിട്ട് കാണാനല്ലേ. ആദ്യം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പിന്നെ അത് ശീലമായിക്കൊള്ളും. ഇവിടെ ഇവനാകെ കുളവാക്കിയെന്നാ തോന്നുന്നത്. വീടിനകത്ത് പാവം പണിയെ തണ്ണിമത്തനാക്കിയിട്ടാ വന്നത്. സംശയമുണ്ടോ? കൊച്ചലിയ, ഇത് വെക്കുമ്പോ എനിക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്റെ പഴയ കോളേജ് മെറ്റാണ് ചാക്കോ. ഈ ഹണി എവിടുന്ന് വേഗം കൊണ്ടുവയ്ക്കോ. പിടിക്ക്, വേഗം പിടിക്ക്. ഈഷ്. എല്ലാരും വേഗം പോയവനെ പിടിക്കേ. സോർദാറെ, പോകട്ടെ. എനിക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അവൻ വല്ല അപകടത്തിലും പോയി ചാടുന്നതിന് മുമ്പ് നമുക്ക് അവനെ രക്ഷിക്കണം. പെട്ടെന്ന് വാ. ഹണി, സിഗ്നൽ റെഡ് ആണ്. സംശയമുണ്ടോ? സിഗ്നൽ എവിടെയാണ്? പേടിക്കണ്ട ബോസ്, ഞങ്ങൾ എത്തി. ഈഷ്, അവനെ വേഗം പിടിക്ക്. അവൻ ജയിലിൽ നിന്നും ചാടിയ കുറ്റവാളിയാണ്. നിന്റെ ഈ മാത്രം കൃത്യമല്ല. ഇങ്ങനെ അടിക്കുന്നത്. ഇപ്പൊ കൊള്ളാലോ, എനിക്കിപ്പോ എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, കൊള്ളാം കുട്ടികളെ. ഞങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളികളെ നിങ്ങൾ പിടിച്ചു. അത് ഞങ്ങളല്ല, ഹണിയാണ്. അവന്റെ കണ്ണട പൊട്ടിപ്പോയി. ഇനി മറ്റൊന്ന് വാങ്ങേണ്ടി വരും. അതിനെനിക്കിപ്പോ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ണട ഇല്ലാതെ കാണാൻ പറ്റുന്നുണ്ടോ?
ഒരു മിനിറ്റ്. ഇന്നലെ നിന്റെ കണ്ണ് കേടായി, ഇന്ന് ഒന്നും ചെയ്യാതെ തന്നെ ശരിയായോ? ഒന്നും ചെയ്യാതെ സംഭവിച്ചതല്ല, ആ മരുന്നിന്റെ ഡ്രമ്മിൽ വീണപ്പോ സംഭവിച്ചത് ഇതൊക്കെ. മരുന്നിന്റെ ഡ്രമ്മോ? ഇത് വെറും വെള്ളമാണല്ലോ. ഹണി, നിനക്ക് ഈ കണ്ണിന്റെ പ്രശ്നം എപ്പോഴായി തുടങ്ങിയത്? ഗാർഡനിൽ വെച്ച് പൊടി പറന്നു, അത് കണ്ണി പോയി, പിന്നെ തുടങ്ങിയ എല്ലാം മങ്ങി മങ്ങി കാണാൻ തുടങ്ങിയത്. ഈഷ്, എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ നിന്റെ കണ്ണ് കേടായതല്ല, മണ്ണിന്റെ പൊടി പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്. ഓ അത് ശരി, അപ്പൊ അതുകൊണ്ടാ കണ്ണട വെച്ചപ്പോ കൂടുതൽ പ്രശ്നമായത്. എടാ കഴുതേ, പിന്നെ എന്തിനാ നീ കണ്ണട വെച്ചോണ്ട് നടന്നോണ്ടിരുന്നത്? ആ കണ്ണട നേരത്തെ തന്നെ ഊരി കളയായിരുന്നില്ലേ? എനിക്ക് കണ്ണട വെച്ചിട്ടും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് നിങ്ങളോട് ഇന്ന് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞതല്ലായിരുന്നോ? എന്നിട്ട് ഞാൻ പറഞ്ഞത് ആരും കേട്ടതുമില്ല. എന്റെ ഹണി, ഞങ്ങളും കുറച്ച് ഓവറായി പോയി. ആ പൊടി കാരണമാ നിന്റെ കാഴ്ച മങ്ങിയത്. ഇവന്റെ കണ്ണിന് ഒരു പ്രശ്നമില്ല, ഇനി കണ്ണടയുടെ ആവശ്യം പോലും ഇല്ല. സാധാരണ ഇവനെയാ കഴുതാന്ന് വിളിക്കാറ്, പക്ഷെ ഇപ്രാവശ്യം മണ്ടത്തരം കാണിച്ചത് നമ്മളാ. സംശയമുണ്ടോ? അതെ, നമ്മള് വലിയ കഴുതകളാണ്. ചെളിയാ, ഇനി എനിക്ക് പുതിയ കണ്ണട വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ നിന്റെ അഭിപ്രായം? അയ്യോ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ഇപ്പോഴും കണ്ണട വെക്കുന്ന കാര്യം ഇവൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം വലിയ കഴുത ഇവൻ തന്നെയാ. സംശയമുണ്ടോ?